പച്ചമാങ്ങ കറി. പച്ചമാങ്ങയും കുറച്ച് വെജിറ്റബിൾസും ഇട്ടുണ്ടാക്കിയ ഒരു അടിപൊളി കറി. ഇതുണ്ടാക്കാൻ ഞാൻ 2 ക്യാരറ്റ്, ഒരു പച്ചമാങ്ങ, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു സവാള, ഒരു തക്കാളി എന്നിവ എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി ചെറുതായി മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുക്കാം. അധികം ചെറുതായി പോകണ്ട, ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ 2 പച്ചമുളക്, 2-3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. അത് ചെറുതായി ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നാൽ അരിഞ്ഞ് വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം, അരിഞ്ഞ് വെച്ച സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴന്നു വന്ന് നമുക്കതിലേക്ക് പച്ചമാങ്ങ ഇട്ട് കൊടുക്കാം. പച്ചമാങ്ങ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് മുമ്പ് നമുക്ക് ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം, തക്കാളി ഇട്ട് കൊടുക്കാം, പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം, ഒന്ന് വേവിപ്പിച്ചെടുക്കുന്നെല്ലാം. ഇനി ഇതിലേക്ക് മസാല ആഡ് ചെയ്യണം. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. മസാല എല്ലാ ഭാഗങ്ങളും എത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വേവിപ്പിച്ചെടുക്കണം. നന്നായി ഇളക്കി കൊടുക്കാം. മസാലയൊക്കെ നന്നായി മിക്സ് ആകാൻ വേണ്ടിയിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പം മൂടി വെച്ചിട്ട് കുറച്ച് സമയം വേവിപ്പിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. വെന്ത് വന്നാൽ അടുപ്പ് മാറ്റി കൊടുക്കാം. ഓൾമോസ്റ്റ് നമ്മുടെ പച്ചമാങ്ങ വെജിറ്റബിൾ കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഉച്ചക്കത്തെ ഊണിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കൊടുക്കാൻ പറ്റിയതാണ്. ഇതുകൂടി ടേസ്റ്റായിരുന്നു. വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെറൈറ്റി കറിയാണ് ഈ പച്ചമാങ്ങ വെജിറ്റബിൾ കറി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ഈ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു.